പ്രേയർ പറഞ്ഞു കേട്ടോ. Dear God, thank you for this new day. Please guide my thoughts, words, and actions and help me spread kindness and love. Give me strength for the challenge ahead and keep me mindful of your blessing. Amen. Thank you, ma'am. Good morning, everyone. I am Mariamma. You are all welcome to our today's online class. I am so happy to see you together here. I hope the class will be more interesting. I hope you will enjoy the class. I would like to invite Aparna ma'am to conduct today's class. I also invite Rachel for today's thought. Thank you all. Good morning, everyone. Today's thought of the day is learning gives creativity, creativity leads to thinking, thinking provides knowledge, and knowledge makes you great. This beautiful thought was said by Dr. APJ Abdul Kalam. Thank you and have a nice day. വളരെ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ച്. സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ജസ്റ്റ് എന്തെല്ലാം ഇമോഷൻസ് ആണ് നമുക്ക് വരുന്നത് ഇത് മാത്രമായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. 1 മിനിറ്റ് ഞാനത് ഷെയർ ചെയ്യാം. പേജ് നമ്പർ 45 ആണ് പേജ് നമ്പർ. സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, നമുക്ക് കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും ഇമോഷൻസ്? ഇപ്പോൾ ചിലപ്പോ കുറച്ചു നേരം അവരൊന്ന് കളിച്ച് ജയിക്കുന്നത് കാണുമ്പോഴായിരിക്കും നമ്മൾ കുട്ടികളുടെ അടുത്ത് നിന്ന് മാറുന്നത്. ആ സമയത്തായിരിക്കും പെട്ടെന്ന് അവരെന്ത് ചെയ്യുന്നത്, കരയുന്നത് നമ്മൾ കേൾക്കുന്നത്. സോ കുട്ടികളുടെ ഇമോഷൻസ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. അവരുടെ ഇമോഷൻസ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും കുറുമ്പ് കാണിച്ച് അവർ എന്ത് ചെയ്യായിരിക്കും, കരയായിരിക്കും. അപ്പൊ നമ്മളൊരു ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യത്തെ കുറിച്ച് അവർ ചിന്തിക്കുകയില്ല. അല്ലെ? അങ്ങനെയല്ലേ കുട്ടികള്? പിന്നെ അവർ ആവശ്യമില്ല. കുഞ്ഞു കുട്ടികളുടെ സമയത്ത് എന്താ പറയാ, അവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് കുറച്ച് സിവിയർ ആണ്. എന്ന് വെച്ചാൽ അവർ എന്ത് ഇമോഷൻസ് പ്രകടിപ്പിച്ചാലും അവർ കുറച്ച് എന്താ പറയാ, കുറച്ചും കൂടി സിവിയർ ആയിട്ടായിരിക്കും ഓരോ ഇമോഷൻസും എന്ത് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത്. Emotion may be defined as the straight up condition of an organism involving internal and external changes in the body. ഞാൻ പറഞ്ഞു, നമ്മുടെ ഇമോഷൻസ് നമ്മൾ പ്രകടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബോഡിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. മേ ബി ചിലവർ സന്തോഷം വരുമ്പോൾ ചിലപ്പോ എന്താ പറയാ, ഭയങ്കരമായിട്ട് ചിരിക്കും. ചിലവർ സന്തോഷം വന്നാലും പതുക്കി ചിരിക്കുള്ളൂ. ഇപ്പൊ ഞാൻ കോമഡി ഫിലിംസ് ഒക്കെ കണ്ടിട്ട് ഞാൻ വെറുതെ ഇരുന്ന് ചിരിക്കും. പഴയ സിനിമകളായിരിക്കും, അതിപ്പോ കണ്ടാലും ഞാൻ എന്ത് ചെയ്യും, അതിരുന്ന് ചിരിക്കും. അത് ഓരോരുത്തര് എങ്ങനെ പ്രകടിപ്പിക്കും. അതെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ ഫാമിലിയിലും ബാക്കിയുള്ളവരൊക്കെ എന്നെ നോക്കിയിരിക്കും, ഇത് ഇവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ചിരിച്ചുകൊണ്ടേയിരിക്കും, നിർത്തില്ല. അപ്പൊ എന്നുവെച്ചാൽ നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാ പ്രകടിപ്പിക്കുന്നത് അത് ഓരോരുത്തരുടെ രീതിയായിരിക്കും. നമ്മളിപ്പോ ലവ് അല്ലെങ്കിൽ തമാശ എന്നൊക്കെ പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ ആണ്. ഇമോഷൻ എക്സേർട്ട് ആൻഡ് ഇൻക്രീസബിളി പവർഫുൾ ഫോഴ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. ഇമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിൽ ഒരു എന്താണ്, ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് എന്ത് ഇമോഷൻസ് എന്ന് പറയുന്നത്. സ്ട്രോങ് ഇമോഷൻസ് ക്യാൻ cause you to take action you might not normally perform. സാധാരണ നമ്മൾ സ്ട്രോങ് ഇമോഷൻസിന്റെ ഒക്കെ സിറ്റുവേഷനിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരിക്കുന്ന സമയത്തൊക്കെ നമ്മളോട് പറയാറുണ്ട് തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ദേഷ്യം വന്നിരിക്കുമ്പോഴും ഒരുപാട് സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, എന്തുകൊണ്ടാണ്? സോ നമ്മൾ ഇമോഷൻസിന്റെ പുറത്തെടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കും? ഇമോഷന്റെ പുറത്തെടുക്കുന്ന തീരുമാനങ്ങൾ മേ ബി എങ്ങനെയായിരിക്കും, കറക്റ്റ് ആവണമെന്നില്ല. നമുക്കത്
പ്രോപ്പർ ആയിട്ട് എടുക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ ചിലപ്പോൾ സങ്കടത്തോട് കൂടി ഇരിക്കുന്ന സമയത്ത് ഞാൻ എടുക്കുന്ന തീരുമാനമായിരിക്കില്ല ഞാൻ അത് നോർമൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇമോഷൻസ് അത്രയും ഇമോഷൻസ് ഒന്നും ഇല്ലാത്ത സമയത്ത് നോർമൽ സിറ്റുവേഷനിൽ ഞാൻ എടുക്കുന്നത്. ചിലപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ആയിരിക്കില്ല ഒരിക്കലും നമ്മൾ അത്രയും ഇമോഷൻസിൽ ഇരിക്കുമ്പോൾ എടുക്കുന്നത്. ഇമോഷൻസിനെ കുറിച്ചിട്ട് ക്രോ ആൻഡ് പ്രോ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. നമുക്ക് ഡെഫിനേഷൻ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം. An emotion is an affective exercise that combines generalized inner adjustment and mental and psychological strained up state in an individual that show itself in his overall behavior. ജസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ പറയാനുള്ള മീനിങ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു എന്താണ് ഇന്റർ മെന്റൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിൻഡ് അപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇമോഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഇമോഷനിലേക്ക് നമ്മൾ ഉത്തേജിപ്പിക്കാൻ, നമുക്കിപ്പോ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഇമോഷൻ വരുന്നത് നമ്മളിപ്പോ എന്താണ് നമ്മുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഒരു ഹാപ്പിനെസ് നമുക്ക് കാണാൻ പറ്റും. സന്തോഷത്തോടെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ മുഖത്ത് ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. അപ്പൊ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്. ശരിക്കും ഇമോഷൻസ് കോംപ്ലക്സ് അല്ലേ? നമുക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഓരോരുത്തരും ഇമോഷൻസ് വളരെ ഇന്റർണലി കോംപ്ലക്സ് ആണ്. നമുക്കത് വാലിഡേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ റെസ്പോൺസ് ആയിരിക്കും സാധാരണ ഇമോഷൻസിന് ആ ഒരു നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രകടിപ്പിക്കുന്നത്. സൈക്കോളജിക്കൽ നമുക്ക് എന്താ പറയാ എക്സ്പീരിയൻസ്, ബിഹേവിയർ, പിന്നെ കോൺഷ്യസ്നെസ്, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓരോരുത്തരുടെയും ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നതിൽ ഒത്തിരി എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചില ഒരു വ്യക്തി ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തി ആ ഒരു ഇമോഷൻ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓരോ ഇൻഡിവിജ്വൽസും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ആ ചാപ്റ്റർ എടുത്തോ? ഇല്ല അല്ലെ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുത്തറിയാലോ? അത് വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസും എൻറ്റയർലി എങ്ങനെയാണ് ഡിഫറെന്റ് ആണ്. ഇനി ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് സമ്മപ്പ് ചെയ്യാം. ആങ്കർ എല്ലാവർക്കും വരാറുള്ള ഇമോഷൻ അല്ലേ? ഫിയർ, ജലസി ഉണ്ടാവും. പിന്നെ വെറി, ലവ്, ജോയ്, ഹാപ്പിനെസ്, സാഡ്നെസ്, സർപ്രൈസ്, പിന്നെ ഡിസ്ഗസ്റ്റ്. ഇങ്ങനെ ഒത്തിരി ഇമോഷൻസ്. ഇത് കൂടാതെ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. കോമൺലി വരുന്ന ഇമോഷൻസ് ആണ് ഈ പറഞ്ഞത്. ഡെവലപ്മെന്റ് ഓഫ് ദീസ് ഇമോഷൻസ് ഈസ് ലാർജ്ലി അഫക്റ്റഡ് ബൈ ദ റിലേഷൻഷിപ്പ് വിത്ത് പാരന്റ്സ്, സിബിലിംഗ്സ് ആൻഡ് പിയർ ഗ്രൂപ്പ്സ്. നമ്മുടെ ഈ ഇമോഷണൽ ഡെവലപ്മെന്റ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ആരെല്ലാമായിട്ടാണ്? നമ്മുടെ റിലേഷൻഷിപ്പ് ആണ്. നമ്മുടെ പാരന്റ്സിനോട് എങ്ങനെയാണ് റിലേഷൻഷിപ്പ്, അതേപോലെ നമ്മുടെ സിബിലിംഗ്സ്, നമ്മുടെ കസിൻസ്, അതേപോലെ സിബിലിംഗ്സ് ഒക്കെ ഉണ്ടല്ലോ അവരോടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, പിയർ ഗ്രൂപ്പ്സ്, നമ്മുടെ സമപ്രായക്കാരോടുള്ള റിലേഷൻ, നമ്മുടെ ഫ്രണ്ട്സിനോടുള്ള റിലേഷൻ എങ്ങനെയാണ്, ഇതെല്ലാം ഇമോഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇമോഷൻ ഡെവലപ്പ് ത്രൂ മെച്യൂരിറ്റേഷൻ ആൻഡ് ലേണിംഗ്. നമ്മള് മെച്യൂരിറ്റി ആവുമ്പോൾ ഇമോഷൻ ഡെവലപ്മെന്റ്, നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് അവരുടെ ഇമോഷൻ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും ഡെവലപ്പ് ആവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 18 വയസ്സിൽ നമ്മൾ നമ്മുടെ വീട്ടില്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം വീട്ടിലായിരുന്ന സമയത്തുള്ള വ്യക്തിയാണോ ഒരു 25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ഒരു ഇമോഷൻസ്? മേ ബി അതിൽ കൂടുതലുള്ള കുട്ടികൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇമോഷനും അന്ന് നമ്മുടെ സ്വന്തം വീട്ടിലായിരുന്ന സമയത്തുള്ള നമ്മളുടെ ഇമോഷൻസിന്റെ പ്രകടിപ്പിക്കുന്ന ആ രീതിയും ആ ഒരു ക്യാരക്ടറും മാറിയിട്ടുണ്ടോ? എന്റെ ഉള്ളിൽ മാറിയിട്ടുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ലേണിങ്, നമ്മൾ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മളുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെച്യൂരിറ്റേഷൻ മെച്യൂരിറ്റി. നമ്മൾ പറയാറില്ല മെച്യൂരിറ്റി വന്നിട്ടുണ്ട്, നീ പണ്ടത്തേക്കാളും കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുണ്ട് കേട്ടോ. പണ്ട് നീ ഭയങ്കര എന്താ പറയാ വികൃതിയായിരുന്നു, ഭയങ്കരമായിട്ട് കുറുമ്പിയായിരുന്നു, ഇപ്പൊ നല്ല കുട്ടിയായിട്ടുണ്ട്. ഞാൻ കേൾക്കുന്ന എന്താ മെച്യൂരിറ്റി നമുക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പറയാറുണ്ടില്ല. നമ്മളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോ നമ്മളെ കസിൻസോ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ റിലേറ്റീവ്സ് തന്നെ നമ്മളോട് പറയും കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുണ്ട്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുണ്ട് എന്ന് പറയും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷൻ ആണ്. ദ ഇമോഷണൽ എക്സ്പീരിയൻസ് ആർ അസോസിയേറ്റഡ് വിത്ത്
സം ഇൻസ്റ്റന്റ് ആൻഡ് ബയോളജിക്കൽ ഡിറൈവ്സ്. ചില ഇമോഷൻസ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് ചില ബയോളജിക്കൽ ഡിറൈവ്സ് കാരണമാണ്. ഇപ്പോ ഫിയർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ആ ഫിയർ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറുന്നത്. ഇപ്പൊ എനിക്ക് ഹൈറ്റ് കയറാൻ, ഞാൻ പറയാം, സ്റ്റെപ്പ് കയറാനായിട്ട് ഭയങ്കര പേടിയാ. സ്റ്റെപ്സ് കയറുന്നത് ഇഷ്ടമല്ല. അത് സ്റ്റെപ്പ് കയറുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ലിഫ്റ്റ് യൂസ് ചെയ്യും. ലിഫ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലാസിന്റെ ലിഫ്റ്റ് അല്ല കേട്ടോ, നമുക്ക് കാണാൻ പറ്റുന്ന ടൈപ്പ് ലിഫ്റ്റ് അല്ല, അല്ലാത്ത ലിഫ്റ്റ് ഉണ്ടാവും അല്ലേ, ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ലിഫ്റ്റ്. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് പേടിയാണ്, കാരണം ഹൈറ്റിലേക്ക് ഞാൻ പോവാണെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് പേടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഗ്ലാസിന്റെ അല്ല, അല്ലാത്ത ലിഫ്റ്റ് യൂസ് ചെയ്യും. ദെൻ പിന്നെ എക്സ്കലേറ്റർ യൂസ് ചെയ്യില്ല, അതും എനിക്ക് പേടിയാണ്. കുറേ പേടികളുണ്ട്. ഞാൻ മാക്സിമം എന്ത് ചെയ്യാനാ നോക്കുന്നത്, എസ്കേപ്പ് ചെയ്യാനാ നോക്കുന്നത്. നമ്മൾ ആ ഒരു ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നായിരിക്കും നമ്മുടെ ഫീലിംഗ് മനസ്സിലാകും തന്നെ വരുന്നത്. പക്ഷെ നമ്മളത് ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ കോൺഫിഡൻസ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓവർകം നമുക്ക് ഈസിലി ചെയ്യാനായിട്ട് പറ്റും. ഇമോഷൻസ് ആർ ദ പ്രൊഡക്റ്റ് ഓഫ് പ്രിസംഷൻ. ഇറ്റ് ചേഞ്ചസ് വിത്ത് പീപ്പിൾ. ഓരോ വ്യക്തിയുടെയും ഇമോഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് ഹൈറ്റ് പേടിയാന്ന് ഞാൻ പറഞ്ഞത്, എന്റെ ഒരു ഇമോഷൻ ആണ്, എന്റെ ഒരു കൈൻഡ് ഓഫ് ഫിയർ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. എനിക്ക് ഹൈറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ബട്ട് നമ്മൾ ഓരോരുത്തരുടെയും ഫിയറുകൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പോൾ നമ്മളുടെ എന്താണ് നമ്മുടെ ഫിയർ, അത് ഐഡന്റിഫൈ ചെയ്യുകയും അത് ഓവർകം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. Every emotion experience involves several physical and psychological change. നമ്മുടെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് വരും. നമുക്ക് ഓരോ ഇമോഷൻസും പ്രകടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. നമുക്ക് വിഷമം വരുമ്പോൾ, നമുക്ക് വിഷമം വന്നു എന്ന് വിചാരിക്കണം, നമുക്ക് നല്ല രീതിയിൽ കരച്ചിലും കാര്യങ്ങളും വരും. ചിലപ്പോൾ ബ്രീത്തിങ് കാര്യങ്ങൾ കൂടും. വിഷമം വരുമ്പോൾ ചിലവരിങ്ങനെ ഏന്തി കരയില്ലേ, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാ. വിഷമം വന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറേ നേരത്തേക്ക് ഇങ്ങനെ ശ്വാസം കിട്ടാത്ത പോലെ ആവും. ഇങ്ങനെ ആദ്യം ചെറുതായിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഏന്തുന്നത്, പിന്നെ ശ്വാസം കിട്ടാത്ത പോലെ ആവും. കുറെ നേരം കഴിയുമ്പോൾ എനിക്ക് ഒട്ടും ശ്വാസം കിട്ടാത്ത പോലെ ആവും. അപ്പൊ ഞാൻ അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെയാ കേട്ടോ. കുഞ്ഞായിരുന്ന സമയം മുതലേ അങ്ങനെയാ. അപ്പൊ അച്ഛനൊക്കെ വഴക്ക് പറയുമല്ലോ, വഴക്ക് പറയുമ്പോഴും മെയിൻ ആയിട്ട് ഞാൻ ഇങ്ങനെ കരയുന്നത്, പിന്നെ ഇങ്ങനെ ഏന്തി ശ്വാസം കിട്ടാത്ത പോലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, അച്ഛനെ വഴക്ക് പറയുന്നതിന് കുറച്ച്, അച്ഛനെ വഴക്കൊന്നും പറയാറില്ല. പക്ഷെ എന്ന് വെച്ചാല് ആ ഒരു പേടി, ഞാൻ പേടിപ്പിക്കുന്നതല്ല കേട്ടാ, അവര് വഴക്ക് പറയാത്തതാ. ഞാൻ എന്നെ കരയുന്നതുകൊണ്ട് പേടിച്ചിട്ട് വഴക്ക് പറയാത്തതാ. ഓക്കെ. സെയിം ഇമോഷൻസ് ക്യാൻ ബി അക്രോസ് ബൈ ദ നമ്പർ ഓഫ് ഡിഫറെന്റ് സ്റ്റിമുലേ. ഒറ്റൊരു ഇമോഷൻ നമുക്ക് ഡിഫറെന്റ് സ്റ്റിമുലേറ്റ്സ് കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇമോഷൻസ് റൈസ് ബട്ട് സ്ലോലി, ഡൈ സ്ലോലി. നമുക്കൊരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും നമുക്കൊരു ഇമോഷൻ വരുന്നത്. ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ സന്തോഷം വരും. അത് കുറേ നേരം നമുക്കത് സ്റ്റേ ചെയ്യും. ചെറിയൊരു സന്തോഷം ഉണ്ട്, ഒരു ദിവസം രാവിലെ വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഹാപ്പിനെസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എൻ്റയർ ഡേ ഫുള്ള് നമ്മൾ ഹാപ്പി ആയിരിക്കും. ഓക്കെ. ഇനി അതേപോലെ തന്നെ സങ്കടത്തിന്റെ കാര്യം, നമുക്ക് ചെറിയൊരു സങ്കടമോ അല്ലെങ്കിൽ ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ളും പോയി. ഇമോഷൻസ് ആർ പേഴ്സണൽ, ഇറ്റ് ചേഞ്ചസ് വിത്ത് പീപ്പിൾ. ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ആണ്. ഓരോ വ്യക്തികൾ അനുസരിച്ച് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് ഒരു സിറ്റുവേഷനിൽ തോന്നുന്ന ഇമോഷൻസ് ആയിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് തോന്നുന്നത്. ഞാൻ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിരിക്കും. ചെറിയ തമാശകളാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കും എന്ന് പറഞ്ഞില്ലേ. പക്ഷെ എന്റെ ബാക്കിയുള്ളവര്, എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ ബാക്കിയുള്ളവര് ഞാൻ ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇത് ഇത്ര കോമഡി ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കും. പക്ഷെ എനിക്കത് എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ചിരിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കരമായിട്ട് എന്താ പറയാ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ ഹാപ്പി ആവാനായിട്ട് നമ്മൾ ശ്രമിക്കും. അത് എത്ര വട്ടം കണ്ടാലും ചിരിച്ചുകൊണ്ടിരിക്കും. ആ ഫിലിം എത്ര വട്ടം കണ്ടാലും ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാ പഴയ ഫിലിംസ് ഒക്കെ അങ്ങനെ നമുക്ക് നല്ലൊരു എന്താ പറയാ ഭയങ്കര ഒരു ഫീലാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നുള്ളത്. കുട്ടികളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കുട്ടികളുടെ മുതിർന്നവരുടെയുമാണ്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് കുട്ടികളുടെ ഇമോഷൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നോക്കാം. Emotional development. Emotions are especially
സിവിയർ ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്. നമ്മുടെ ഇമോഷൻസ് കുറച്ച് സിവിയർ ആണ്. ഏർലി ചൈൽഡ്ഹുഡിന്റെ ടൈമിൽ കുട്ടികളിൽ ഇമോഷൻസ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ദിസ് ഈസ് ദ ടൈം ഓഫ് ഡിസിക്ലിബ്രിയം. ഇക്ലിബ്രിയം എന്ന് വെച്ചാൽ സന്തുലിതാവസ്ഥ എന്ന് വെച്ചാൽ ഈക്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ ഡിസിക്ലിബ്രിയം എന്ന് പറഞ്ഞാൽ നോട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസിക്ലിബ്രിയം എന്ന് പറയുന്നത്. When children are not focusing things that they are simply across to emotional eruption. നമ്മൾ കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അവർ പെട്ടെന്നായിരിക്കും ഇമോഷൻസ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. ചിലപ്പോൾ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക, പാവക്കുട്ടിയൊക്കെ വെച്ചിട്ട് അവർ കളിച്ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ജസ്റ്റ് നമ്മളൊന്ന് സെക്കൻഡ്സ് മാറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കരയുന്നത് കാണാം, അല്ലെ? കരയുന്നതാണ്. ചിലപ്പോ കരഞ്ഞോണ്ടിരിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കും. ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റോ കൊടുത്തു കഴിഞ്ഞാൽ അവരതെന്തെങ്കിലും ചിരിക്കുന്നത് കാണാം. അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ്, പെട്ടെന്ന് എന്ത് ചെയ്തോണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. The severe emotionality in childhood is identified by temper tantrum, intense fear, unreasonable outburst of jealousy. നമ്മൾ കുട്ടികളില് ഈ ഇമോഷണാലിറ്റി നമുക്ക് മനസ്സിലാക്കുന്നത് പെട്ടെന്ന് ചെറിയ സമയത്ത് ദേഷ്യം വരും, കൈ കിട്ടിയ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നത് കാണാൻ പറ്റും. ചിലപ്പോൾ ഭയം കാരണമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ അങ്ങനെ മാറുമ്പോ നമ്മളെ കാണുന്നില്ലല്ലോ, നമ്മൾ പോയോ, അവർക്ക് അറിയില്ല, കുഞ്ഞു കുട്ടിയാണ്. അവരുടെ വിചാരം എന്താണ്, അവർക്ക് നമ്മുടെ മുമ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, കണ്ണിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇല്ല എന്നൊരു ഫീലിംഗ് ആണ്, നമ്മൾ അപ്പുറത്ത് ഉണ്ടെന്ന് അവർക്ക് അറിയില്ല. അപ്പൊ നമ്മളുടെ അറ്റൻഷൻ കിട്ടാൻ, നമ്മൾ വന്നെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അങ്ങനെ കരയുന്നത്. പിന്നെ അൺറീസണബിൾ ആയിട്ടുള്ള ഔട്ട്ബേഴ്സ് ഉണ്ടാവും ജലസിയുടെ കാര്യത്തില്. ചിലപ്പോൾ നമുക്ക് രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കും, കമ്പയർ ചെയ്യാൻ പറ്റും. മൂത്ത ആളെ ഒന്ന് കൊഞ്ചിക്കുന്ന കാണുമ്പോൾ തന്നെ ഇളയ ആള് അതിന്റെ ഇടയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് കുറുമ്പെടുക്കുന്നത് കാണാം. ഓക്കെ, the following are the chief characteristics of emotions during pre-school years. നമ്മൾ pre-school yearsൽ നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, 1 minute. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് താഴെ പറയുന്നതാണ് പ്രീ സ്കൂൾ ഇയേഴ്സിൽ കുട്ടികളിൽ കണ്ടുവരുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്, നമ്മൾ ഏർലി ചൈൽഡ്ഹുഡിൽ ഇമോഷൻസ് അപ്പിയർ മോർ റെഗുലർലി ആൻഡ് മോർ സിവിയർലി. റെഗുലർ ആയിട്ട് ഇമോഷൻസ് വന്നുകൊണ്ടേയിരിക്കും, കരയുന്നതും ചിരിക്കുന്നതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇമോഷൻസ് എങ്ങനെയായിരിക്കും, മോർ റെഗുലർലി ആണ് ആൻഡ് സിവിയർലി ആയിരിക്കും. Emotions are expressed in relation to concentrate objects. ചിലപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാവക്കുട്ടിയൊക്കെ എടുത്തായിരിക്കും വലിച്ചെറിയുന്നത്. ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർക്കത് ദേഷ്യം, കുഞ്ഞു കുട്ടികളെ ദേഷ്യം കണ്ടിട്ടുണ്ട്, അവർക്കത് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളത് കൊടുത്തില്ലെങ്കിൽ അവർ കയ്യിൽ കിട്ടുന്ന എന്താണോ അത് എടുത്തെറിയും. അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല ഉണ്ട്. ഓക്കെ, അത് പെട്ടെന്നായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത്. The emotions are temporary. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കുട്ടികളുടെ ഇമോഷൻസ് എങ്ങനെയാണ്, ടെമ്പററി ആണ്. അവർ നമ്മളെ പോലെ ദേഷ്യമൊന്നും മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല. ആ സമയത്ത് ചിലപ്പോ നമ്മളോട് ദേഷ്യമൊക്കെ കാണിക്കും, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളോട് വന്ന് നമ്മളോട് ഇഷ്ടം കാണിക്കുന്നത് കാണാൻ പറ്റും. അപ്പോ ഇമോഷൻസ് എങ്ങനെയാണ്, ടെമ്പററി ആണ്. The child shift his emotions very quickly. പെട്ടെന്ന് അവരുടെ ഇമോഷൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ചിരിക്കുന്ന കുട്ടിയായിരിക്കും, പെട്ടെന്നായിരിക്കും അവൻ കരയുന്നത്. അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഒരു ചെറിയ ചോക്ലേറ്റ് കൊടുത്താൽ ഒന്ന് ഹാപ്പി ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചിരിക്കുന്ന കാണാം. അവരുടെ ഇമോഷൻസ് ഷിഫ്റ്റ് ചെയ്യും, വെരി ക്വിക്ലി എന്താവും, ഷിഫ്റ്റ് ആകും. Emotional expression in early childhood are severe, representative of the intensity of the stimuli. അത് ഇമോഷണൽ എക്സ്പ്രഷൻ ഏർലി ചൈൽഡ്ഹുഡിൽ നമ്മൾ ആ സ്റ്റിമുലേസ് കാരണമാവണം എന്നില്ല. അത് റെപ്രസെന്റേറ്റീവ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ദി സ്റ്റിമുലേസ്. സന്തോഷം വരാനായിട്ട് അവർക്ക് കാരണങ്ങളൊന്നും വേണമെന്നില്ല. അവർക്ക് വെറുതെ ഇരുന്ന് ചിരിക്കുന്നത് കാണാം, അല്ലെ? കാരണങ്ങളൊന്നും ഇല്ലാണ്ട് അവർ തന്നെ അത് അവരെ ഉറങ്ങുന്ന സമയത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, കുട്ടികൾ ചിരിക്കുന്നില്ലേ? കുഞ്ഞു കുട്ടികള് ഉറങ്ങുമ്പോൾ ചിരിക്കുന്നില്ലേ? അതേപോലെ അവരെ ഉറക്കത്തിൽ തന്നെ കഴിയുന്നുണ്ട്. അത് അവരുടെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് വലുതാവുമ്പോൾ അത് മാറിക്കോളും. ഇനി ചിൽഡ്രൻ ഫെയിൽ ടു ഹൈഡ് ദർ ഇമോഷൻ. നമ്മളെ പോലെ അവർക്ക് ഇമോഷൻസ് മറച്ചു വെക്കാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ.
കുട്ടികൾക്ക് ഇമോഷൻസ് മറച്ചു വെക്കാനുള്ള കഴിവൊന്നുമില്ല. കാരണം ഇപ്പൊ നമ്മൾക്കാണെങ്കിൽ ഇമോഷൻസ് മറച്ചു വെക്കാനൊക്കെ പറ്റും ഇല്ലേ? നമുക്കിപ്പോ ദേഷ്യം വന്നാലും നമ്മൾ ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് പ്രകടിപ്പിക്കും, അയാളോട് സംസാരിക്കില്ലേ? പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. ഞാൻ ദേഷ്യം ഉണ്ടെങ്കിൽ ഞാനത് അങ്ങനെ തന്നെ പ്രകടിപ്പിക്കുകയുള്ളൂ. ആ ദേഷ്യം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രകടിപ്പിക്കുകയുള്ളൂ. എന്റെ സ്വഭാവം, എന്റെ ഒരു ക്യാരക്ടർ അതങ്ങനെ. അപ്പം നമുക്ക് വിഷമം തോന്നരുത് എന്ന് വിചാരിച്ചത് മാറ്റി വെച്ച് ഞാൻ പ്രകടിപ്പിക്കുക. കാരണം എനിക്കത് ഹൈഡ് ചെയ്യാൻ അറിഞ്ഞൂടാ. ഹൈഡ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിന് ഭയങ്കര വിഷമം തോന്നും. എനിക്കത് ഭയങ്കരമായിട്ട് ഭാരം, നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല. നമുക്ക് ഹൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടാവും. എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അത് അങ്ങനെ. മാം എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് പറയണം. അല്ലെങ്കിൽ അത് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഒന്നും അറിയാത്ത പോലെ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. ഉള്ളത് അങ്ങോട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൊ തീരും. അത് മതി. അപ്പൊ എന്തെങ്കിലും ഇമോഷൻസ്, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ദേഷ്യം അപ്പൊ തന്നെ പ്രകടിപ്പിക്കും. അത് അവിടെ വെച്ച് സോൾവ് ചെയ്തു. പിന്നെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. പിന്നെ വഴക്ക് പറഞ്ഞതോ ഒന്നും ഞാൻ ആലോചിക്കില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ പ്രകടിപ്പിക്കും. കുട്ടികളോടല്ല, മുതിർന്നവരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ, കുട്ടികളോട് ഞാൻ മാക്സിമം ദേഷ്യം പ്രകടിപ്പിക്കാറേ ഇല്ല. അവരോട് എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാറ്. നമ്മുടെ മെത്തേഡിൽ തന്നെ നമ്മൾ പറയുന്നത് കുട്ടികളോട് നമ്മൾ ദേഷ്യപ്പെടുത്തുക. കാരണം കുട്ടികളുടെ ഇമോഷൻസ് നമ്മൾ കൂടുതൽ വാല്യൂ കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്കിടാന്ന് വിചാരിക്കും. അതൊരു കാരണവശാലും കുട്ടികളുടെ മുമ്പിലാവരുതെന്ന് വളരെ നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ തമാശക്കൊക്കെ വഴക്കിടുമ്പോ ഓക്കെ, കുട്ടികൾ കണ്ടോട്ടെ. പക്ഷെ ഒത്തിരി ആയിട്ട് നമ്മൾ ഷൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്, നമുക്ക് വഴക്ക് പറയാൻ, നമുക്ക് മേ ബി ഒരു എന്താ പറയാ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് വരും എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുട്ടികളിൽ നിന്ന് മാറി നിന്നായിരിക്കണം അത് സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. കാരണം കുട്ടികൾ അത് കാണാൻ പാടില്ല. അവർ വഴക്കിടുന്നതും അത് അവരുടെ ഇമോഷണൽ ബാഡ്ലി അത് എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇമോഷൻസ് ഹൈഡ് ചെയ്യാനായിട്ട് നമ്മൾ മുതിർന്നവർ ചെയ്യുമ്പോൾ കുട്ടികൾ എന്താണ്, ഫെയിൽ ടു ഹൈഡ് ദർ ഇമോഷൻസ്. അവർക്ക് ഇമോഷൻസ് എന്ത് ചെയ്യാൻ അറിയില്ല, ഹൈഡ് ചെയ്യാൻ അറിയില്ല. ബട്ട് എക്സ്പ്രസ് ദം ഇൻഡയറക്ട്ലി. അവരെന്ത് ചെയ്യും, അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. ഇൻഡയറക്ട്ലി ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത് ത്രൂ വേരിയസ് ആക്ടിവിറ്റീസ്. അവര് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്, ഇവർക്ക് ദേഷ്യം വന്ന എഞ്ചിനീയർ ഓരോ ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത്. ദേഷ്യമോ സങ്കടമോ എന്തായാലും അവരെന്താണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസിലൂടെയാണ് പ്രകടിപ്പിക്കുന്നത്. മേ ബി ലൈക്ക് ക്രൈയിങ് ആയിരിക്കും. വിഷമം വന്നു കഴിഞ്ഞാൽ കരയും, ദേഷ്യം വന്നു കഴിഞ്ഞാൽ കരയും, പിന്നെ എന്താണ് സങ്കടം. അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇമോഷൻസ് ക്രൈയിങ്ങിലൂടെ പ്രകടിപ്പിക്കാറുണ്ട്. ടെൻഷൻ വന്ന കുട്ടികൾ എന്തെങ്കിലും നെയിൽ ബൈറ്റ് ചെയ്യും, കണ്ടിട്ടുണ്ടോ, വായിൽ കൈ വെച്ചിരിക്കുന്നത്. പിന്നെ അമ്മനെ കാണാനായിട്ട്, അമ്മനെ കാണുന്നില്ല എന്നുള്ളൊരു സെപ്പറേഷൻ അനുസരിച്ച് അമ്മനെ കാണുന്നില്ലെങ്കിൽ കുട്ടികൾ തമ്പ് സെറ്റ് ചെയ്യും. അതൊക്കെ ഫീഡിങ് ആ റിലേറ്റഡ് ആയിട്ടാണ് തമ്പ് സെറ്റ് ചെയ്യും ചില കുട്ടികൾ. ഈ കുട്ടികൾ പുതുതായിട്ടൊരു വ്യക്തിനെയോ സ്ഥലത്ത് പോകുമ്പോ സ്പീച്ച് ഡിഫിക്കൽറ്റി ഫീൽ ചെയ്തിട്ടുണ്ടോ? പുതുതായിട്ട് ഒരാളെ കാണുമ്പോൾ കുട്ടികൾ മിണ്ടാതെ ആവുന്നത്, സൈലന്റ് ആവുന്നത്. കുട്ടിക്ക് പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ കുട്ടികൾ സൈലന്റ് ആയി പോകുന്നത്, അത് സ്പീച്ച് ഡിഫിക്കൽറ്റി ആണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ കുട്ടികളെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതികളാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത്. ക്രൈയിങ്, നെയിൽ ബൈറ്റിംഗ്, തം സക്കിംഗ്, സ്പീച്ച് ഡിഫിക്കൽറ്റീസ് കേട്ടോ. ഇമോഷൻസ് എന്നുള്ളത് പറഞ്ഞത് ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഇമോഷണൽ ഡെവലപ്മെന്റ് ഏർലി ചൈൽഡ്ഹുഡിൽ സിവിയർ ആണ്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഡിസിക്ലിബ്രിയം ആണ്. കുട്ടികളിൽ ബാലൻസ്ഡ് അല്ലാത്ത ഒരു ടൈമാണ്. അവർക്ക് ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഇമോഷണാലിറ്റി, ചൈൽഡ്ഹുഡിലെ ഇമോഷണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളിൽ ഷോർട്ട് ടെമ്പർ ആയിരിക്കും. ഫിയറിന്റെ റീസൺ കൊണ്ട് വരാം, അൺറീസണബിൾ ആയിട്ട് വരെയും ഇമോഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷൻ ഡെവലപ്മെന്റ് ആണ് പിന്നീട് പറഞ്ഞത്. പ്രീ സ്കൂൾ കുട്ടികളിൽ ഇമോഷൻ ഡെവലപ്മെന്റിന് ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആദ്യം നമ്മൾ പറഞ്ഞു. ഏർലി ചൈൽഡ്ഹുഡിൽ എങ്ങനെയാണ് ഇമോഷൻസ് മോർ റെഗുലർലി ആൻഡ് മോർ സിവിയർലി ആണ് വരുന്നത്. കോൺസെൻട്രേറ്റ് ഓൺ ഒബ്ജക്ട്സ്. പിന്നെ ഇമോഷൻസ് ടെമ്പററി ആണ്, പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യും. സന്തോഷത്തോടെ ഇരിക്കുന്ന കുട്ടിയായിരിക്കും പെട്ടെന്ന് സങ്കടപ്പെടുന്നത് നമ്മൾ കാണുന്നത്. Emotions expressed in early childhood are severe in representative of intensity of the stimulation. നമുക്ക് സ്റ്റിമുലേസ് ഇല്ലെങ്കിൽ പോലും കുട്ടികൾ ആ ഇമോഷൻസ് പ്രകടിപ്പിക്കും. പെട്ടെന്നായിരിക്കും നമ്മുടെ കുട്ടി കരയുന്നത്. ചിലപ്പോൾ ഒരു റീസൺ ഉണ്ടാവില്ല. കുഞ്ഞു കുട്ടികളെ പെട്ടെന്ന് കരയും. നമുക്ക് ഒരു റീസണും തോന്നില്ലേ, എന്ത് പറ്റിയത് വിചാരിക്കും. നമ്മൾ വിചാരിക്കും എന്തെങ്കിലും മുറിവ് കടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, ജസ്റ്റ് വെറുതെ ഇരുന്ന് കരയുന്നതായിരിക്കും. ഞാനെടുക്ക അങ്ങനെ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചിൽഡ്രൻസിന് നമ്മളെ പോലെ മുതിർന്നവരെ പോലെ ഇമോഷൻസ് ഹൈഡ് ചെയ്യാനായിട്ട് അറിയില്ല. അത് അവർ പ്രകടിപ്പിക്കും. ഇൻഡയറക്ട്ലി ആയിരിക്കും അവർ അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്. ക്രൈയിങ് ആവാം, നെയിൽസ് ബൈറ്റിംഗ് ആവാം, തമ്പ് സെറ്റിംഗ് ആവാം, സ്പീച്ച് ഡിഫിക്കൽറ്റി. അത് ഓരോ കുട്ടികളും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇമോഷൻസ് ഡിഫറെന്റ് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത്.
ഒന്ന് റീഡ് ചെയ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് മുതൽ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് വരെ? മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ. ശരിക്കും കുട്ടികള് ഏറ്റവും കൂടുതൽ ഇമോഷണലി ബോണ്ട് ആരായിട്ടാണ് ഈ ഒരു ഏജില്, ഇൻഫൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ ബോണ്ട് ആരായിട്ടാണ്? അമ്മയായിട്ട്. മദർ. മദർ. ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ടർ ആണ് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആരാണ്? അമ്മയാണ്. ഇമോഷണൽ ടൈം ബിറ്റ്വീൻ ഇൻഫന്റ് ആൻഡ് മദർ ഇസ് critical factor in the social and emotional development of a growing child. അപ്പൊ അമ്മയും കുട്ടിയും തമ്മിലുള്ള ആ ഒരു ബോണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിൽഡ്രൻ എക്സിബിറ്റ് സൈൻ ഓഫ് ഫിയർ ആൻഡ് ആൻസൈറ്റീസ്. നമ്മൾ കുട്ടികൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫിയേഴ്സ് ആൻഡ് ആൻസൈറ്റീസ് എന്ത് ചെയ്യാറുണ്ട്? പ്രകടിപ്പിക്കാറുണ്ട്. ഇൻ കേസ് ഓഫ് രണ്ട് രീതിയിലാണ് നമ്മൾ ആൻസൈറ്റീസ് കുട്ടികൾ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഒന്ന് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആണ്. സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തികൾ, പരിചയമില്ലാത്ത വ്യക്തികളെ കാണുമ്പോൾ കുട്ടികൾ കരയാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വീട്ടിലായാലും നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോ പരിചയമില്ലാത്ത വ്യക്തികൾ അവർ വന്ന് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുവരെയും കാണാത്ത വ്യക്തികൾ, അവർ ഫാമിലി മെമ്പേഴ്സ് അല്ലാത്ത വ്യക്തികൾ വന്ന് കുട്ടീനെ എടുക്കുമ്പോൾ പെട്ടെന്നായിരിക്കും കരയുന്നത്. അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടത്? എന്റെ കുട്ടിയും അങ്ങനെയായിരുന്നു കേട്ടോ. മൂത്ത ആള് കോവിഡിന്റെ സമയത്തായിരുന്നു ജനിച്ചത്. കോവിഡിന്റെ സമയത്ത് എന്ന് വെച്ചാൽ ആദ്യത്തെ 2 വർഷം കോവിഡ് ആയിരുന്നു. നമ്മൾ ആരും പുറത്തേക്ക് പോയിട്ടില്ല, റിലേറ്റീവ്സിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല, പരിചയമില്ല. സോ പിന്നീട് ഒരു ഫംഗ്ഷൻ വന്നു. കോവിഡ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫംഗ്ഷൻ വന്ന സമയത്ത് എന്താണ്, നമ്മള് കൂടുതലായിട്ട് റിലേറ്റീവ്സ് ആയിട്ട് മിങ്കിൾ ചെയ്തു, സംസാരിക്കാനൊക്കെ തുടങ്ങി. ആ സമയത്ത് കുട്ടി ആരുടെ അടുത്തും പോയില്ല, ഞങ്ങളുടെ അടുത്തല്ലാണ്ട് വേറൊരാളുടെ അടുത്തും പോയില്ല. അപ്പൊ ഈ റിലേറ്റീവ്സ് എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീനെ ഇങ്ങനെ വളർത്തി വെച്ചിരിക്കുകയാണ്. നമ്മളോട് എന്താ പറയാ, നമ്മൾ എന്തോ തെറ്റ് ചെയ്ത പോലെ നമ്മളോട് ചൂടാവും. കാരണം കുട്ടി അവരുടെ അടുത്ത് ആരുടെ അടുത്തും പോലുള്ള നമ്മളോട് വഴക്കമുള്ള പോലെ നമ്മളെന്തോ കുട്ടീനെ ആരുടെ അടുത്തും കൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത്. പക്ഷെ അവർക്ക് അറിഞ്ഞുകൂടല്ല കുട്ടി സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സണെ കണ്ടുകൊണ്ട് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആണ് എന്നുള്ളത് അവർക്ക് അറിയില്ല. നമ്മള് അധികം എന്ത് ചെയ്തില്ല, ഇത് കൊടുത്തില്ല. പക്ഷെ കുട്ടിക്ക് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് പോയില്ലേ. കോവിഡ് കഴിഞ്ഞിട്ട് നമുക്കറിയാം ട്രാവൽ ചെയ്തിരുന്നതെന്ന് വെച്ചാല് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി മാത്രമാണ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ട്രാവൽ ചെയ്തിരുന്നത്, മോളെ കൊണ്ട് ട്രാവൽ ചെയ്തിരുന്നത്. ആ സമയത്തൊന്നും അത്ര ക്രൗഡ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ വണ്ടികൾ കുറവാണ് അല്ലെ? കോവിഡ് സമയത്ത് നമ്മള് വെഹിക്കിൾസും കാര്യങ്ങളും റോഡിൽ കുറവാണ്. കുഞ്ഞുനെ വെച്ചാൽ മോൾക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഒരുപാട് വണ്ടികളുള്ള ടൗണിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കരച്ചിലാണ്. എന്നാൽ കുറച്ച് ക്രൗഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ്. വീണ്ടും വലിയ വണ്ടികളൊക്കെ കാണുമ്പോൾ വീണ്ടും ഈ കരച്ചില്. ഞങ്ങൾക്ക് മനസ്സിലായി അവർക്ക് ഈ ഒരു ആൻസൈറ്റി, ഇതൊരു പേടിയാണ്. നമുക്ക് ആ വണ്ടികളൊക്കെ കാണുമ്പോൾ ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഒക്കെ പേടിയുണ്ട്. ഞങ്ങൾ മാത്രമാണ് ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മളധികം ക്രൗഡ് വണ്ടി വെഹിക്കിൾസ് ഒന്നും ഇല്ലാത്ത റോട്ടിൽ കൂടെ പോവാണെങ്കിൽ അവൾ ഓക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഫെസ്റ്റിവൽസിനൊക്കെ പോവില്ലേ, ഫെസ്റ്റിവൽസ് അതേപോലെ അത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാ പോയി തുടങ്ങിയത്. എന്നാലും ഈ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ആള് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവുന്ന കണ്ടു. കരച്ചിലാണ്, നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അതേപോലെ കരയും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു,
മാക്സിമം അത് ഇങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസിൽ തന്നെ കൊണ്ടുപോകാൻ തുടങ്ങി, കൂടുതൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങി, അവളെയും കൊണ്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ആദ്യം 2-3 പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ട് ഇതേപോലെ കരച്ചിലൊക്കെയാണ്. എന്നാലും ഞങ്ങളെ വിട്ടില്ല, വീണ്ടും ട്രാവൽ ചെയ്യാനായിട്ട് തുടങ്ങി, അവളെയും കൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ആൾ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, റിലേറ്റീവ്സിനൊക്കെ എടുത്ത് പോവുകയൊക്കെ ചെയ്യും. എന്നാലും അത് നമ്മൾ ഇപ്പൊ റിലേറ്റീവ്സ് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ അവൾ അത്രയും നമ്മള് വീട്ടിൽ എങ്ങനെയാണോ ആക്റ്റീവ് ആണോ ആൾ ആക്റ്റീവ് ആണ്. പക്ഷെ റിലേറ്റീവ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ആൾ എന്ത് ചെയ്യും, ഉൾവലിയും. ജസ്റ്റ് ആ ഒരു എന്താണ് കുറച്ചുകൂടി എന്താ പറയാ സൈലന്റ് ആയിട്ട് പോകണം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുക്കൾ, സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തികളെയൊക്കെ കാണുമ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ആൻസൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറയും. എന്ത് ആൻസൈറ്റി ആണ്? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. മനസ്സിലായോ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറയുന്നത്? ഓക്കെ, ഞാൻ വേറൊരു എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല മോള് കോവിഡിന്റെ സമയത്ത് ജനിച്ചിരുന്നത്. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലും എന്റെ വീട്ടിലേക്ക് പോകുന്നത് കുറവായിരുന്നു. കാരണം കുട്ടീനെ കൊണ്ടു നടക്കാനും അതേപോലെ തന്നെ കോവിഡ് ആണല്ലോ, നമുക്ക് പേടിയാണ്. അപ്പൊ അത് ആദ്യമൊന്നും ഞാൻ അങ്ങനെ പെട്ടെന്ന് പോവില്ലായിരുന്നു. പക്ഷെ ഹസ്ബൻഡിന്റെ വീട്ടില് അനിയന് കോവിഡ് വന്നു. അനിയന് കോവിഡ് വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളോട് അവിടുന്ന് മാറണമല്ലോ, കുഞ്ഞു കുട്ടിയാണ്, അപ്പൊ അതുകൊണ്ട് മാറാൻ പറഞ്ഞപ്പോ ഞങ്ങള് എന്റെ വീട്ടിലേക്ക് പോയി അന്ന് അവള് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നുവെച്ചാല് അവള് ഫാൻ നോക്കുമ്പോ ഞങ്ങളുടെ വീട്ടിലെ ഫാനിന്റെ കളർ അല്ലാന്ന് തോന്നുന്നുണ്ട്, എന്റെ സ്വന്തം വീട്ടിലെ ഫാന്. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ആദ്യത്തെ 2 ദിവസം അവൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ആള് മുകളിലേക്ക് നോക്കിയിട്ടാണ് കരയുന്നത്, അവർക്ക് ആ ഒരു പരിചയമല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരയും, അപ്പൊ മനസ്സിലായത് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റിയുടെ പ്രശ്നമാണ്. അവർക്ക് ആ സ്ഥലമായിട്ട് പരിചയമായി കഴിഞ്ഞപ്പോ ആള് ഓക്കെയാണ്, അത് വേറെ പ്രശ്നമൊന്നുമില്ല, കരച്ചിലൊക്കെ മാറി. ഇനി നമ്മുടെ കുട്ടികളിൽ പിന്നെ കണ്ടുവരുന്നൊരു ഒരു ആൻസൈറ്റി ആണ് സെപ്പറേഷൻ ആൻസൈറ്റി. ഞാൻ എക്സാമ്പിൾ പറയാം. 3 വയസ്സിൽ നമ്മൾ കുട്ടികളെ എവിടെ ചെയ്യും, നേഴ്സറിയിലാക്കൂലേ? നേഴ്സറിയിലാക്കിയിട്ട് നമ്മള് തിരിച്ചു പോരുന്ന സമയത്ത് കുട്ടി നല്ല കരച്ചിലായിരിക്കും അല്ലെ? ആ കരച്ചിലിന് കാരണം എന്താണ്? ഈ സെപ്പറേഷൻ ആൻസൈറ്റി ആണ്. ഇത്രയും നാള് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അവരൊപ്പം അവരുടെ അമ്മ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എന്താ പറയാ ടീച്ചറിന്റെ അടുത്തും കെയർടേക്കറിന്റെ അടുത്തും കൊണ്ടുവന്നാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോ കുട്ടികൾ ആ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്ത് തുടങ്ങി. പെട്ടെന്നായിരിക്കും ഒരു കരച്ചിലും ഭയങ്കര ഇതായിരിക്കും. ആദ്യത്തെ 2 വീക്സ് നമുക്ക് പറയണ്ട അല്ലെ, ഭയങ്കര കരച്ചിലായിരിക്കും അല്ലേ? ഒരു 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾക്ക് അമ്മമാർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ആ ഒരു ദിവസങ്ങൾ കടന്നുപോയി. നമുക്കും ടെൻഷൻ ആയിരിക്കും, അവൾ കരയുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഓക്കെ ആണോ? ഓക്കെ, അപ്പോ ഇത് എന്തുകൊണ്ടാണ്? സെപ്പറേഷൻ ആൻസൈറ്റിയുടെ കാരണം കൊണ്ടാണ്. സെപ്പറേഷൻ ആൻസൈറ്റി ഡിഫറെന്റ് കൈൻഡ്സ്. ഇപ്പൊ ശരിക്കും മെയിൻ ആയിട്ട് അമ്മയായിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ ആണല്ലോ കുട്ടികൾ കൂടുതൽ ഫേസ് ചെയ്യുന്നത്. തമ്പ് സെറ്റ് ചെയ്യും ചില കുട്ടികൾ. ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോള് എന്താ പറയാ എന്റെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ എക്സാം ഒക്കെ എഴുതാൻ പോയിരുന്നത്. അപ്പൊ ആ സമയത്ത് വെച്ചാല് സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നത്. ഞാൻ വരുന്നവരെയും കൈ സക്ക് ചെയ്തോണ്ടിരിക്കും. അമ്മ പറയും കുറെ നേരമായി അവള് കൈ ഇങ്ങനെ സക്ക് ചെയ്യുന്നേ, പാൽ കൊടുക്കുന്ന പറയും. വെച്ചാൽ ആ ഒരു ടൈമിലായിട്ട് എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അവരങ്ങനെ കാണാതാവുമ്പോ അവരെ ഫേസ് ചെയ്യുന്ന ആ ഒരു ഫിയർ പ്രകടിപ്പിക്കുന്നത് സെപ്പറേഷൻ ആൻസൈറ്റിയിലൂടെയാണ്. മേ ബി കരച്ചിലായിരിക്കും, ചിലപ്പോ ഭയങ്കര ഒരു ഡിഫറെന്റ് കൈൻഡ്സിൽ കുട്ടികൾ എന്ത് ചെയ്യും, ആ സെപ്പറേഷൻ ആൻസൈറ്റി പ്രകടിപ്പിക്കും. നമുക്ക് എന്തെല്ലാം ഇമോഷൻസ് ആണ് കുഞ്ഞു കുട്ടികൾ കാണുന്നതെന്ന് നോക്കാം. The emotional tie between the infant and the mother is a critical factor in social emotional development of a growing child. Okay, growing child. Children exhibit the sign of fear, anxiety in the presence of strange person. കുട്ടികൾ ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെ കാണുമ്പോൾ ഒരു ഫിയർ, ആൻസൈറ്റി കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, എക്സിബിറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ദ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഓഫ് ദ ചിൽഡ്രൻ ഈസ് സീക്കിംഗ് ദ സെക്യൂരിറ്റി ഓഫ് ദർ മദർ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് അമ്മയുടെ അടുത്ത് സെക്യൂരിറ്റി സീക്ക് ചെയ്യാൻ. പെട്ടെന്നായിരിക്കും ഫ്രണ്ടിൽ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓടി നമ്മുടെ അടുത്തേക്ക് വരും ഇല്ലേ? നമ്മളൊരാളോട് സംസാരിക്കുകയാണ്, സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിൽ പോയിട്ട് ഹൈഡ് ചെയ്ത് നിൽക്കും. കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അവരെ ഹൈഡ് ചെയ്തിരിക്കും. ഓക്കെ, and the immediate reaction of the children is seeking the security of their mother. അവർക്കറിയാം അമ്മയുടെ അടുത്താണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് എന്നുള്ളത്. ദിസ് ഈസ് കോൾഡ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. നമ്മൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തികളെയോ പേഴ്സൺസിനെ കാണുമ്പോൾ കുട്ടികളിൽ കാണുന്ന ഒരു ഫിയർ ആണ്, ഒരു ടൈപ്പ് ഓഫ് ആൻസൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറയുന്നത്. There is another source of anxiety that comes with is known as separation anxiety. മറ്റൊരു ആൻസൈറ്റിയും കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. ആൻസൈറ്റി നമ്മൾ പറയുന്ന പേരാണ് separation anxiety. The children will cry and feel upset when they do not find their mother. അമ്മേനെ കാണാതെ ആവുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ കരയും, ചിലപ്പോൾ സംസാരിക്കില്ല, അപ്സെറ്റ് ആയിരിക്കും. അത് എന്തുകൊണ്ടാണ്? അവർക്ക് അമ്മേനെ കാണുന്നില്ല എന്നുള്ളൊരു വിഷമം, ആൻസൈറ്റി വന്നതുകൊണ്ടാണ്. Preschoolers continues to rely on their mother or caregiver for the approval and attention. Preschoolers എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് അമ്മയെ അല്ലെങ്കിൽ ഒരു കെയർ ഗീവറിന്റെ അപ്രൂവലും അറ്റൻഷനും വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. They exhibit their dependency by sticking to the person and crying when left with someone. എപ്പോഴും അമ്മയുടെ ഒപ്പം വേണം. ആ ഒരു ഡിപ്പെൻഡൻസി ആണ് കുട്ടികൾക്ക് 3 വയസ്സ് വരെയുള്ള കുട്ടികൾ കാണുന്നത്. എപ്പോഴും ആ അമ്മയുടെ ഒപ്പം തന്നെ നിൽക്കുള്ളൂ. ഈ അമ്മ കുട്ടി നല്ല രീതിയിൽ കളിച്ച് ചിരിച്ചിരിക്കായിരിക്കും. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും കൈ കൊടുത്ത് ജസ്റ്റ് ഒന്ന് മാറുമ്പോഴേക്കും കുട്ടി ഭയങ്കര കരച്ചിലാവും. ഓക്കെ, അതെന്താണ്? അവർക്ക് ആ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. Crying when left with someone. The dependency behavior gradually decrease as children grow older. നമ്മൾ 3 years വരെ ഫുൾ കാര്യങ്ങളിലും എന്താണ്, കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യും, കെയർ ഗിവറിനെ അല്ലെങ്കിൽ മദറിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നീട് അവർ ആ ഒരു ഡിപ്പെൻഡൻസി കുറഞ്ഞു വരും. കോമൺ ഫിയർ എമംഗ് ചിൽഡ്രൻസ് ആർ ടുവേഴ്സ് ലൗഡ് നോയ്സ്. പിന്നീട് ഈ നമ്മളിപ്പോ സെപ്പറേഷൻ ആൻസൈറ്റിയും അതേപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റിയും കൂടാതെ കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ഫിയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ്? ലൗഡ് നോയ്സ് കുട്ടികൾക്ക് പേടിയാണ്. മേ ബി നമ്മൾ വിസിലില്ലേ, എന്റെ മോളുടെ കാര്യം ഞാൻ പറയാം. അവർക്ക് കുക്കറിന്റെ വിസില് പേടിയായിരുന്നു ചെറുപ്പത്തില്. അതേപോലെ തന്നെ മിക്സിയുടെ സൗണ്ട് പേടിയാണ്. അതേപോലെ നമ്മളിങ്ങനെ എന്താ പറയാ, ട്രാക്ടേഴ്സിന്റെ ഒക്കെ സൗണ്ട് ആൾക്ക് പേടിയാണ്. അപ്പൊ അത് കുട്ടികൾക്ക് ആ ലൗഡ് നോയ്സുകൾ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, പേടിയായിരിക്കും. ഡാർക്ക്നെസ്, ഇരുട്ട്. എന്റെ മോന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഇരുട്ടായി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങില്ല, വാതിലടച്ചിട്ട് അവനകത്തിരിക്കും. അവൻ ഇരുട്ട് കാണുമ്പോ പേടിയാണ്. ഇരുട്ടി തുടങ്ങുമ്പോൾ തന്നെ ആളെന്ത് ചെയ്യും, വാതിലടച്ചിടും. നമ്മൾ വാതിൽ തുറന്നാലും ആള് പോയി എന്ത് ചെയ്യും, വാതിലടച്ചിടും. ഇനി ചില അനിമൽസിനെ കാണുമ്പോൾ കുട്ടികൾക്ക് പേടിയായിരിക്കും. ചില പെറ്റ് ഡോഗ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനിമൽസിനെ കാണുമ്പോൾ പേടിയായിരിക്കും. സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെ കാണുമ്പോൾ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ഉണ്ടല്ലോ, ഒച്ചത്തിൽ സംസാരിക്കുമ്പോ കരയും. അത് ചില കുട്ടികൾ അങ്ങനെയാണ്. കുറച്ച് എന്താ പറയാ, കുറച്ചൊക്കെ എന്റെ മോനില്ലേ, 2ാമത്തെ ആള് വന്നതിന് ശേഷം ഞങ്ങൾ സംസാരിക്കുന്നത് കുറച്ച്, കാരണം അവന് ലൗഡ് വോയിസ് ഇഷ്ടമല്ല. ഞാൻ പക്ഷെ ഭയങ്കരമായിട്ട് ഉറക്കെ സംസാരിക്കുന്നത്. അപ്പൊ പതുക്കെ സംസാരിച്ചോട്ടെ, കാരണം പതുക്കെ സംസാരിക്കണം. ഹസ്ബൻഡിന്റെ സ്വഭാവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഹസ്ബൻഡിനും പതുക്കെ സംസാരിക്കുന്ന ഇഷ്ടം, അവനും നമ്മൾ പതുക്കെ സംസാരിക്കുന്ന ഇഷ്ടം. ഉറക്കെ സംസാരിക്കുമ്പോൾ അവൻ കരയും. പെട്ടെന്ന് നമ്മൾ ദേഷ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കെ സംസാരിക്കില്ലേ, അങ്ങനെ വരുമ്പോ അവൻ പെട്ടെന്ന് കരയും. അതേപോലെ നമ്മൾ ആരെങ്കിലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കുകയാണെങ്കിൽ അവൻ പേടിച്ച് നമ്മുടെ അടുത്ത് ഹൈഡ് ചെയ്യും. ഇപ്പോഴും ആള് എന്താണ്, കിച്ചണിലേക്ക് വരൂല. കുക്കറിന്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് എന്താ പറയാ, കുക്കറിന്റെ സൗണ്ട് കേട്ടാൽ പിന്നെ കിച്ചണിന്റെ ഭാഗത്തേക്ക് വരാൻ പറയുമ്പോ എന്താ പറഞ്ഞ, കുക്കർ ഉണ്ട് അവിടെ, അങ്ങനെ പറയും ആള്. Children cry at one moment and the next moment they became happy. അറ്റ് ടൈം തന്നെ കുട്ടികൾ ചിലപ്പോൾ കരയായിരിക്കും, നെക്സ്റ്റ് മൂമെന്റ് എന്താണ്, അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാം. ചിലപ്പോ ഞാൻ അവൻ കരയുന്നത് കേട്ടിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, എവിടേക്ക് വരുന്നത്, റൂമിലേക്ക് വരുന്നത്. ചിലപ്പോ അവർ ഇരുന്ന് ചിരിക്കുന്നതായിരിക്കും ഞാൻ കാണുന്നത്. അതേപോലെ ചിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് മാറുമ്പോഴേക്കും പെട്ടെന്ന് ഇരുന്ന് കരയുന്നത്. അവർ ഇമോഷൻസ് പെട്ടെന്ന് എന്ത് ചെയ്തോണ്ടിരിക്കും, ടെമ്പററി ആണെന്ന് പറഞ്ഞില്ലേ, ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. Their emotions are transient and intense. എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. It is voluntary to
വോളണ്ടറി എന്ന് വെച്ചാൽ ടെമ്പററി ആണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചിൽഡ്രൻസ് വേരി ഇൻ ദയർ ഇമോഷൻസ്, കുട്ടികളുടെ ഇമോഷൻസ് വേരി ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. The variation depends on the state of their physical health. കുട്ടികളുടെ ഫിസിക്കൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഇമോഷൻസ് മാറുന്നുണ്ട്. സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ് ആയിട്ട് തോന്നുന്നു. അവർ കുട്ടികൾ വളർന്നു വരുന്ന ആ സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ് എങ്ങനെയാണ് എന്നുള്ളതും എന്ത് ചെയ്യുന്നത് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് ഇമോഷണൽ ടൈ എന്ന് വെച്ചാൽ അമ്മയും കുട്ടിയും തമ്മിലുള്ള ഇമോഷണൽ ടൈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ഫാക്ടർ ആണ് എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്ന 2 ടൈപ്സ് ഓഫ് ആൻസൈറ്റീസിനെ കുറിച്ച് പറഞ്ഞു. സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആൻഡ് സെപ്പറേഷൻ ആൻസൈറ്റി. പിന്നീട് കുട്ടികൾ കണ്ടുവരുന്ന കോമൺ ആയിട്ട് ഉള്ള ഫിയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഏതെല്ലാമാണ്? ലൗഡ് നോയ്സ്, ദെൻ ഡാർക്ക്നെസ്, അനിമൽസ്, സ്ട്രേഞ്ച് പേഴ്സൺ, then place objects. ഒബ്ജക്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു പാവക്കുട്ടി ഉണ്ടായിരുന്നേ. ആ പാവക്കുട്ടി വെച്ചാൽ പാട്ട് പാടും, ലൈറ്റും കാണും, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ ആ പാവക്കുട്ടിനെ കണ്ടു കഴിഞ്ഞാൽ കുട്ടി ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു എന്റെ മോൻ. അപ്പൊ പിന്നീട് ഞാൻ ആ പാവക്കുട്ടിനെ മാറ്റുമ്പോ ഓക്കെയാണ്. സൗണ്ട് വരുമ്പോ ആ ഒരു ഒബ്ജക്റ്റ് കാണുമ്പോ അവന് ഭയങ്കരമായിട്ട് ഫിയർ ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഇമോഷൻസിനെ കുറിച്ചിട്ടാ പറഞ്ഞത്. ഇനി ഒരു ക്വസ്റ്റ്യൻ വരാണ്. എന്റെ മോന് പോലെ മിസ് കോളിംഗ് ബെല്ല് അടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോ അവന് ഭയങ്കര പേടിയാ. പ്രതീക്ഷിക്കാണ്ടല്ല കോളിംഗ് ബെല്ല് അടിക്കും. അപ്പൊ അവന് ഓടും കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും. ഓക്കെ, ഞാൻ ചെറുപ്പത്തില് ഹോണബിളിന്റെ സൗണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാവോ? ഹോണബിളിന്റെ മുകളിലായിട്ട് എന്ത് ചെയ്ത് ഹോണബിൽ അടിക്കരുതെന്ന് എഴുതി വെച്ച്. കുട്ടിയുണ്ട് ഹോണബിൽ അടിക്കരുത് എന്നുവെച്ചാ ചിലപ്പോ ഞാൻ ഉറക്കി അങ്ങോട്ട് കടത്തി ചിലപ്പോ വീട്ടില് മറ്റു വർക്കിലേക്ക് പോയിട്ടുണ്ടാവുള്ളൂ. ആ സമയത്തായിരിക്കും ഹോണബിൽ അടിക്കുന്നത്. അതോടെ തീർന്ന്. കുട്ടിയും എഴുന്നേക്കും, എന്റെ വർക്കും കംപ്ലീറ്റ് ആവില്ല, വന്നവരോട് സംസാരിക്കാനും പറ്റില്ല, ഭയങ്കര പാടായിരുന്നു. അപ്പൊ ഞാൻ ഇത് ഹോണബിൽ അടിക്കരുതെന്ന് പറയുന്നത് ലോക്ക് ചെയ്താൽ മതി എന്ന് അവിടെ ഉണ്ട്. ഇങ്ങനെ ബെല്ലുണ്ട്, ബെല്ലടിച്ചാൽ മതി എന്ന് എഴുതി വെച്ചു. അത് ബെല്ലടിക്കുമ്പോൾ ഞാൻ വരാം. പക്ഷെ ഇത് ഹോണബെല്ലിന്റെ സൗണ്ട് പെട്ടെന്നായിരിക്കും കുട്ടി ഓർക്കുന്നത്, പെട്ടെന്ന് ചാടിയിരിക്കും. പിന്നെ ഭയങ്കര കർശനം, സ്ലീപ്പ് പ്രോപ്പർ ആയില്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ, ഭയങ്കരമായിട്ട് ദേഷ്യവും വിഷമോ അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ കുട്ടികൾ കണ്ടുവരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന 2 ടൈപ്സ് ഓഫ് ആൻസൈറ്റീസ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സെപ്പറേഷൻ ആൻസൈറ്റി രണ്ടും പറയണം. 2 ടൈപ്സ് ഓഫ് ആൻസൈറ്റീസ് കുട്ടികൾ കണ്ടുവരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന 2 ടൈപ്സ് ഓഫ് ആൻസൈറ്റി എന്ന് ചോദിച്ചാൽ സ്ട്രേഞ്ചർ ആൻസൈറ്റി ആൻഡ് സെപ്പറേഷൻ ആൻസൈറ്റി. എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഉള്ളിൽ നിന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ വൈവയുടെ ഒക്കെ സമയത്തും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സ്ട്രേഞ്ചർ ആൻസൈറ്റി വരുമ്പോൾ നിങ്ങൾ കുട്ടികൾ എങ്ങനെയാണ് കുഞ്ഞു കുട്ടികൾ എങ്ങനെയാണ് ആ ഒരു ആൻസൈറ്റി പ്രകടിപ്പിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. സെപ്പറേഷൻ ആൻസൈറ്റി എപ്പോഴാണ് കുട്ടികൾ കണ്ടുവരുന്നത്? അപ്പോ അത് നിങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഓക്കെ, മനസ്സിലായോ? ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ക്ലിയർ ആണല്ലോ ടോപ്പിക്? ഓക്കെ, റീഡ് ചെയ്ത് നോക്ക് കേട്ടോ. മാം പറയുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. നമ്മളെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലുണ്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ കരഞ്ഞതൊക്കെ നമ്മൾ അവരെ ആ ഒരു ടൈം നമ്മൾ ആലോചിക്കുക, കുട്ടികൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുക. സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തികളെ കാണുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മളെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഇപ്പോഴും ഈ കരച്ചിലും കാര്യങ്ങളുണ്ടാവും. അവർക്ക് ആ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി വരുന്നതാണ്. അപ്പൊ നമ്മള് അത് മനസ്സിലാക്കാണ് വേണ്ടത്. ഓക്കെ മാം, എന്റെ മോന് ഇപ്പൊ 10 വയസ്സായി. അപ്പൊ അവൻ കുഞ്ഞായിരുന്നപ്പോ അവനെ പേടിപ്പിക്കാനായിട്ട്, ഈ ചോറൊക്കെ തിന്നാനായിട്ട് പേടിപ്പിക്കാനായിട്ട് ഈ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ വാഴയിലുള്ള കൊടപ്പൻ ഉണ്ടല്ലോ, ആ കൊടപ്പൻ കാണിച്ചിട്ട് പേടിപ്പിക്കായിരുന്നു. അപ്പൊ അവനിക്ക് വലുതായി കഴിഞ്ഞപ്പോ അവന്റെ അടുത്ത് പറഞ്ഞു, നിന്നെ കുഞ്ഞായിരുന്നപ്പോ ഞങ്ങൾ കൊടപ്പൻ കാണിച്ചൊക്കെ പേടിപ്പിച്ചിട്ടൊക്കെയാണ് ചോറൊക്കെ തന്നേന്ന് പറയും. അപ്പൊ അവൻ എന്ത് ചെയ്ത് ഇളയ ആളുണ്ടായി കഴിഞ്ഞപ്പോ അവൾ അത് പറഞ്ഞ് പേടിപ്പിക്കും. അപ്പൊ അവൾക്കും പേടിയായി. കുടപ്പൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര പേടിയായിരുന്നു. ഇങ്ങനെ കുടപ്പൻ വന്ന് കുത്തു എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര പേടിയായിരുന്നു രണ്ടുപേർക്കും. ഇപ്പൊ മാറി, ഇപ്പൊ വലുതായി കഴിഞ്ഞപ്പോ അതുങ്ങളിരുന്ന് പോടാ കൊടുപ്പാന്ന് പറയും. ഓക്കേടാ.
പിന്നെ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആണെന്ന് പറയാം കേട്ടോ. ഞാൻ ഭക്ഷണം കഴിക്കാനാവുമ്പോ ഞങ്ങളുടെ അടുത്തൊരു ഒരു ചേട്ടനുണ്ട്. നടന്നു പോകുന്ന സമയത്ത് ഞാൻ ഈ ചേട്ടനോട് പറയും, ഈ ചേട്ടൻ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോണതാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാ. പക്ഷെ അവൻ ആ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി വന്നു. അവൻ ആളെ കാണുമ്പോ തന്നെ കരച്ചിലാണ്, അങ്ങോട്ട് പോവില്ല, ഭയങ്കര പ്രശ്നമാണ്. നമ്മളങ്ങനെ പറഞ്ഞ് കുട്ടികളിൽ ആ ഒരു മനസ്സിലേക്ക് ആ ഒരു ഫിയർ വന്നു കഴിഞ്ഞാൽ കുട്ടികളിൽ പിന്നെ അത് ആ ഫിയർ എപ്പോഴും കണ്ടിന്യൂ ചെയ്യും. ചില ഫിയേഴ്സ് അങ്ങനെയാണ്. ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തില് മുകളിൽ കയറിയ കയ്യോ കാലോ ഒക്കെ ഒടിയും എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞത്. വീണ് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പൊ അമ്മ പറയുന്ന ഡയലോഗ് വെച്ചാൽ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഇടിഞ്ഞു വീഴും. ഈ താഴത്ത് തന്നെ നിൽക്കണം, മുകളിലേക്ക് കയറരുത്. ഒരു കസേരയുടെ മുകളിൽ കയറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങള് മതിലൊന്ന് ചാടാം. ചെറിയ മതിലൊക്കെ ആണെങ്കിലും ചെറുപ്പത്തിലൊക്കെ എന്റെ കൂടെ ഉള്ളവരൊക്കെ മതിലൊക്കെ ചാടും. പക്ഷെ ഞാൻ ചിലപ്പോ അത് കറങ്ങി വരുള്ളൂ. ഇപ്പൊ നമ്മള് അതൊക്കെ കളിക്കൂലേ, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന സമയത്ത് മറ്റുള്ളവര് മതിൽ ചാടിപ്പോയി എന്ത് ചെയ്യും, സാറ്റടിക്കുമ്പോ ഞാൻ കറങ്ങിയായിരിക്കും വരുന്നത്. കാരണം എന്താണ്, അടുത്ത ആള് കൗണ്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷമായിരിക്കും ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. കാരണം എനിക്ക് അത്രയും പേടിയാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിട്ടുള്ള കാര്യം. പക്ഷെ നമ്മള് ചെറുപ്പത്തിലേ എന്ത് ചെയ്യുന്ന നമുക്ക് വരുന്ന ഫിയേഴ്സ് ആണ്, നമുക്ക് വരുന്ന ആ ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഫിയർ ആണ് പിന്നീട് നമുക്ക് ആ ഒരു കണ്ടിന്യൂസ് ലൈഫിൽ ഉണ്ടാവും. ഇപ്പോഴും എനിക്ക് ചാടാനായിട്ട് പേടിയാ. 2 കാല് ഉയർത്തി ഇങ്ങനെ ചാടുമല്ലോ, അതെനിക്ക് പേടിയാ. ഉയരം പേടിയാണ്. ആ ഒരു ഫിയറിന് പുറകിൽ ഒരുപാട് ഫിയേഴ്സ്, ആ ഒരു ഫിയർ തന്നെയാണ്, എന്നാലും അതിന് ഒരുപാട് നമ്മള് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് റീഡ് ചെയ്തിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം ആക്ടിവിറ്റി പറഞ്ഞില്ലായിരുന്നോ, അതില് ഈ വുഡൻ ബോക്സിൽ തന്നെയാണോ മാം വെക്കാൻ പറ്റുന്നത്? ബോക്സ് ആയാലും കുഴപ്പമില്ല കേട്ടോ. റെക്ടാങ്കുലർ ഉള്ളത് വേണമെന്നുണ്ടോ? നമ്മുടെ കളറിംഗ് ബോക്സ് ആണോ ഉദ്ദേശിച്ചത്? കളറിംഗ് ബോക്സ് അല്ലേ? അത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബോക്സ് മതി കേട്ടോ. വുഡൻ ബോക്സിനൊക്കെ നല്ല പൈസയാവൂടാ. പിന്നെ മാം ഈ പ്രൊട്ടക്റ്റ് സർഫസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ട്രാൻസ്പെറന്റ് ടേപ്പ് വെച്ചിട്ട് അത് ഒട്ടിക്കാമോ? കൈയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളർ ഇതാവും. അതേപോലെ എന്താ പറയാ, ഗ്ലൂ, അതും സാധാരണ ഗ്ലൂ ഇല്ലേ, അത് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാലും ഷെയ്ഡ് മാറും, കളർ മാറും. അപ്പൊ സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, സെല്ലോ ടേപ്പ് അല്ലേ നല്ലത്, അത് യൂസ് ചെയ്ത് ഒട്ടിക്കാൻ കളർ ഷെയ്ഡ് മാറില്ല കേട്ടോ. എന്നാ ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യണ്ടേ? 30-ാം തീയതി ഉണ്ടെങ്കിൽ അന്ന്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടെന്നാ പറഞ്ഞേ.
മാം പിന്നെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റ് ഇടാനുണ്ട്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിന്റെ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് മോക്സ് വന്നിട്ടില്ല അല്ലെ? ആ ഇല്ല. ഓക്കെ മാം. ഓക്കെ, അപ്പൊ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മിഷ പറഞ്ഞോളാം. ഹൈവേക്ക് നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഇംഗ്ലീഷിൽ പറയണോ അല്ലെങ്കിൽ മലയാളത്തിൽ പറയാൻ പറ്റുമോ? അത് ഇംഗ്ലീഷിൽ പറഞ്ഞു നമ്മളുടെ മോണ്ടിസോറി മെത്തേഡ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇംഗ്ലീഷാണ് അല്ലെ? നിങ്ങൾക്കറിയാലോ, നമ്മളിപ്പോ കൂടുതലായിട്ട് CBSE സ്കൂളുകളിലാണ് നമുക്ക് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ വൈവേക്ക് നിങ്ങൾ പ്രിപ്പയർ സെൽഫ് ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫുള്ളായിട്ട് ഇംഗ്ലീഷ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് മലയാളമാണ് കംഫർട്ടബിൾ എങ്കിൽ മലയാളത്തിലും പറഞ്ഞു ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ക്വസ്റ്റ്യന്റെ ആൻസർ ഇംഗ്ലീഷിൽ തന്നെ വേണോ അതെയോ മലയാളത്തിൽ വേണോ? അത് ആ ഒരു ആൻസർ ഇംഗ്ലീഷോ മലയാളോ അത് നമ്മൾ നോക്കില്ല. അതിന്റെ കണ്ടന്റ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ എന്താണ് അത് വെച്ചിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. എന്താ പറയാ, ഒരു കുട്ടി ഭയങ്കര വികൃതിയാണ്, ഒരു ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് വികൃതി, ഒന്നും എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, അവന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ബോറാണ്, ഒന്നും എഴുതുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ആക്ടിവിറ്റി ആയിരിക്കും അവന് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതൊരു ക്വസ്റ്റ്യനാ ചോദിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും പറയുന്ന ആൻസർ ഡിഫറെന്റ് ആയിരിക്കും. ഞങ്ങളുടെ മൈൻഡിൽ ഒരു ആൻസർ ഉണ്ടാവും, അതായിട്ട് ഇപ്പൊ മാച്ച് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വീഴും. മനസ്സിലായോ? അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങളുടെ രീതിയിൽ പ്രസന്റ് ചെയ്യാം. അത് ഓവറോൾ പെർഫോമൻസിലാണ് മാർക്ക് ഇടുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് മാർക്ക് വരുന്നത്. അത് ടെൻഷൻ ഒന്നും അടിക്കില്ല. ടൈം ആകുമ്പോൾ ക്ലിയർ ആയിട്ട് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, പറഞ്ഞോ. നമ്മൾ പഠിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലെ? നമ്മൾക്ക് എന്താണ് മനസ്സിൽ പക്ഷെ ഒന്നും പറയണ്ട, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. നിങ്ങളുടേതായ പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ, അങ്ങനെ. ഓക്കെ മാം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കുട്ടികൾ വാക്സിൻ എടുക്കണം എന്നാണോ വാക്സിൻ എടുക്കണ്ട എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? അതെ മാം. വാക്സിൻ എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ എങ്ങനെയാ? അതെ. ഓക്കെ, അപ്പൊ അത് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. അത് നമ്മൾ അതനുസരിച്ച് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇമോഷണൽ ഡെവലപ്മെന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ആരുമില്ല? Good morning, ma'am. Good morning, ma'am, and all. Today, I want to say a big thank you to our Aparna ma'am for today's wonderful class. Ma'am, you explained everything clearly and made the lesson easy. Understand your teaching is really great, and we all learned a lot from you. I also want to thank you, my dear classmates, for their cooperation and support. Because of all of you, our class went very well. Thank you once again, dear Aparna ma'am and my dear classmates. Thank you. Thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.